രണ്ടാമത് പാത്രിക്കിസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഭരിക്കുമെന്നുള്ള ഭയം. 58 നമ്മൾ ചേർന്ന് പിന്നെ 58 ഉള്ള കാലഘട്ടം ഇപ്പം മാറി. കാരണം 58 അന്ന് ഇവിടെ വന്നിട്ട് 58 യോജിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും യോജിപ്പ് നടക്കുന്ന 64 ഉള്ളൂ. അതുവരെ 2 ഗ്രൂപ്പായിട്ട് നിന്ന് പോരാട് തന്നെയായിരുന്നു 64 വരെയും. 64 ഔഗേൻ ബാവയെ വായിക്കാനായിട്ട് പാത്രിക്കിസ് ഇവിടെ വന്ന് വായിച്ചപ്പോൾ ഔഗേൻ ബാവയുടെ ചില പിന്നെ ശൽമോസ് എഴുതി കൊടുത്തിട്ടുണ്ട് പാത്രിക്കിസിന്. അത് ശൽമോസ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി എഴുതി കൊടുത്തിട്ടുണ്ട്. ആ ഉടമ്പടിയുടെ വെളിച്ചത്തിലാണ് ഇവിടെ പാത്രിക്കിസ് ഔഗേൻ ബാവയെ വായിച്ചത്. ആ വായിക്കുന്ന സമയത്ത് അന്ത്യോക്യ സിംഹാസനത്തിനോട് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കാം എന്നുള്ളതായ ഉടമ്പടി എടുത്തിട്ടുള്ളത്. പരമണി തിരുമേനി അതുപോലെ ഉടമ്പടി എഴുതി കൊടുത്തിട്ടുള്ളതാണ്. വട്ടശ്ശേരി തിരുമേനി അതുപോലെ ഉടമ്പടി എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാം കാതോലിക്കയും അതുപോലെ ഉടമ്പടി എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോഴും സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അന്ത്യോക്യ പാത്രിക്കിസിൻ്റെ ആത്മീയ മേലധ്യക്ഷതയിൽ, പരിപാലനയിൽ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പരിപാലനയിൽ ഇവിടെ ഒരു സത്യവിശ്വാസ സമൂഹം വളർത്തിയെടുക്കത്തക്കവണ്ണം ദൈവം അവസരം നൽകി. അതിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ സത്യം. അപ്പോൾ അതിന് അന്ത്യോക്യയിലെ പിന്നെ കാട്ടാറിബി എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കേണ്ട എന്താ കാര്യമുള്ളത്? ഇവിടെ സത്യവിശ്വാസം നിലനിർത്താൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന പിന്നെ വിശ്വാസത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളല്ലേ ഇന്ന് ഇങ്ങനൊരു സഭയായിട്ട് ഇവിടെ നിൽക്കാനിടയായത്. നമ്മൾ 1965 മുൻപുള്ള ഒരു സഭയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്തായിരുന്നു? നമ്മളിപ്പോൾ ഈസ്റ്റേൺ സഭയുടെ ഭാഗമാണെന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അന്ന് നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേലാതെ ഒരു ഓർഫനായിട്ട് നിൽക്കുമായിരുന്നു. എന്താണ് നമ്മൾ വിശ്വാസം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ കണ്ണു വെച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് വന്നവരവർ പാത്രിക്സുകാർ. അവർ വന്നിട്ട് ഇവിടുത്തേതായ രീതിയിൽ നമ്മൾ ഓർത്തഡോക്സുകാരാണെന്നും നമ്മൾ കത്തോലിക്കരല്ലെന്നും നമ്മൾ പ്രൊട്ടസ്റ്റൻ്റുകാരല്ലെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ആരാധനകൾ ഇതൊക്കെയാണ്, നമ്മളിതെല്ലാം പാലിക്കേണ്ടതെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചവരവരാണ്. ആ പഠിച്ച പിതാക്കന്മാരെ ഓർത്ത് അതനുസരിച്ച് പിന്നടിയിൽ പോയി വന്നുള്ളതേ ഉള്ളൂ. 58 പിന്നെ എന്താ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ 64 പട്ടം കൊണ്ട കഴിഞ്ഞിട്ട് പിന്നെ 70 വരെ വന്നപ്പോഴും ഇവിടെ ഔഗേൻ ബാവയുടെ ശൽമോസ് അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് വിപരീതമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൽപ്പനകൾ പോകാൻ തുടങ്ങിയത്. അന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ മാർത്തോമാശ്ലീഹയുടെ സിംഹാസനം എന്നുള്ളതായത് വെച്ചുകൊണ്ട് കൽപ്പന അടിക്കരുത്, പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമേ അധികാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിയന്ത്രണങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു പിന്നെ ഔഗേൻ ബാവയെ വാഴിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ കാപ്പി വടി കൊണ്ട് അടിയെ കൊണ്ട ആളാണ്. എന്നാലും അദ്ദേഹത്തിന് അന്ത്യോക്യ ബന്ധം വിടണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. കാരണം 912 ഒക്കെ ഉള്ള ഉടമ്പടി അനുസരിച്ച് അന്ത്യോക്യയുള്ള ബന്ധം നമ്മൾ നിലനിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് നിയുക്ത കാതോലിക്ക എന്നുള്ള നിലയിൽ ഒരു കൗൺസിലൊക്കെ വെച്ച് നമ്മുടെ ഒട്ടക്കുന്നൻ ബാവ തിരുമേനിയെ ചുമതലയേൽപ്പിച്ചു. അദ്ദേഹമാണ് പിന്നെ കാര്യങ്ങൾ നടത്തിയത്. അദ്ദേഹം നടത്തിയ കൂട്ടത്തിൽ ഈ പറഞ്ഞ സിംഹാസനം വെച്ചു, അങ്ങനെ പല കാര്യങ്ങളും വെച്ചിട്ട് അങ്ങ് പോയപ്പോൾ അതിന് മറുപടിയായിട്ടാണ് 203 നമ്പർ കൽപ്പന ഇവിടെ വന്നത്. അവിടെ അങ്ങനെ തോമാശ്ലീഹയ്ക്ക് പട്ടമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട്. അതൊക്കെ മണ്ടത്തരമല്ലേ? അത് തിരുത്തേണ്ടതാണ്. വളരെയധികം ശക്തമായിട്ട് തിരുത്തേണ്ട കാര്യങ്ങളാണ്. നമ്മളത് പറയണം. അത് പാടില്ല, അത് പിൻവലിക്കണം. നമുക്ക് പറയാമല്ലോ, അത് പിൻവലിക്കണം, തിരുത്തണം. മുടക്കപ്പെട്ടവരാണ് എന്ന് പറയത്തക്കവണ്ണം നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിക്കണം. അപ്പോൾ ഏതായാലും അങ്ങനെയൊന്നും ചെയ്യുന്നതിന് പകരം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ്. വ്യക്തമായിട്ട് നമുക്ക് ചരിത്രം വെച്ചുകൊണ്ട് സംസാരിക്കാവുന്ന. അതൊന്നും ചെയ്യാതെ അവർ പിന്മാറി, അല്ലെങ്കിൽ ഞങ്ങൾ പിന്മാറി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഏതായാലും അവർ ഉടനെ വേറെ മെത്രാന്മാരെ വാഴിച്ചു. ചരിത്രമൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കിയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.